വിശ്വസിക്കുന്നവർക്ക് മാന്യതയുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട്. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നവരാണോ? നിങ്ങൾക്ക് ദൈവം ഒരു മാന്യത വച്ചിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നവരാണോ? നിങ്ങൾ ദൈവം മഹത്വം കാണാൻ പോവുകയാണ്. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നവരാണോ? നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ മാന്യത ഇന്ന് പകലും കുറഞ്ഞിട്ടില്ല. എത്ര വർഷങ്ങൾ കഴിഞ്ഞെന്നറിയാമോ? വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞു. പക്ഷേ ഇന്ന് പകലും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ്. അബ്രഹാമിൽ വെളിപ്പെട്ട വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയിലേക്കാണ് പ്രവേശിക്കുന്നത്. വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെയാണ് നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അത് ഒരു വലിയ മാന്യതയല്ലേ? ആ മനുഷ്യൻ മരണപ്പെട്ടിട്ടും ആ മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ മാന്യത ഇന്ന് പകലും അബ്രഹാമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അബ്രഹാം വിശ്വസിച്ചതിൽ വെളിപ്പെട്ട മാന്യതയാണ്. പ്രിയപ്പെട്ടവരെ, അബ്രഹാം വിശ്വസിച്ചു. നീണ്ട 25 വർഷക്കാലം വിശ്വാസത്തിൻ്റെ മാന്യത കാണാതിരുന്നിട്ടും, വിശ്വാസത്തിൽ വെളിപ്പെടുന്ന മഹത്വം കാണാതിരുന്നിട്ടും, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി കാണാതിരുന്നിട്ടും വിശ്വസിച്ചു. വിശ്വാസത്തിന് വേണ്ടി നിന്നു. ഒന്നും കാണാനില്ല, എന്നിട്ടും വിശ്വസിച്ചു. എന്നിട്ടും വിശ്വാസത്തിന് വേണ്ടി തന്നെ നിന്നു. പ്രിയപ്പെട്ടവരെ, ചില സമയത്ത് നിങ്ങൾ എത്ര വിശ്വസിച്ചിട്ടും ഒരു മാന്യതയും ഒരു മഹത്വവും ഒരു ശക്തിയും കാണാതിരിക്കുന്ന പോലെ ഉള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം. എങ്കിലും നിങ്ങൾ വിശ്വസിക്കുക. ഈ വിശ്വാസം ഇതൊരു വലിയ നിക്ഷേപമാണ്. ഇത് വലിയ ഒരു ദൈവപ്രവൃത്തിയുടെ തുടക്കമാണ്. വിശ്വസിക്കുക. ദൈവം നിങ്ങളെ കൈവിടത്തില്ല. നിങ്ങൾ വരണ്ടുടങ്ങിയതുപോലെ, മരുഭൂമി പോലെ ജീവിതത്തിൽ ചില ശൂന്യതകളിലൂടെ കടന്നു പോകുമ്പോഴാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ദൈവം പ്രവർത്തിക്കും, ദൈവം എന്നെ കൈവിടില്ല എന്ന വിശ്വാസം. യോബിന് വിശ്വാസം ഉണ്ടായിരുന്നു, ഭക്തിയായിരുന്നു യോബിൻ്റെ ആശ്രയം. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും വിശ്വാസം മുറുകെ പിടിച്ചു. ഞാൻ അവനായി കാത്തിരിക്കും. അവൻ എന്നെ അറിയുന്ന ദൈവമാണ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്, എന്നെ അവൻ ഓർക്കുന്ന ദൈവമാണ്. വിശ്വാസം മുറുകെ പിടിച്ച പിതാക്കന്മാർ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസം വലിയതാണ്, വിലയേറിയതാണ്. പൊന്നിനേക്കാളും വിലയുണ്ട്. നിങ്ങൾ പിടിച്ചു നിൽക്കുക. ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദൈവം അത് ചെയ്തിരിക്കും. അത് നിങ്ങൾ കണ്ടിരിക്കുക. അതിനൊരു മഹത്വമുണ്ട്, അതിലൊരു ശക്തിയുണ്ട്, അതിലൊരു മാന്യതയുണ്ട്. നിങ്ങളുടെ ശരീരം ബലഹീനമായിരിക്കാം, സമയം കടന്നുപോയിരിക്കാം. തളരരുത്. അബ്രഹാമിൻ്റെ 100-ാമത്തെ വയസ്സിലും ഒന്നും കാണുന്നില്ലെങ്കിലും അവൻ നാളിതുവരെയും മുറുകെ പിടിച്ച് വിശ്വാസം ഡിക്ലെയർ ചെയ്യാൻ മറന്നില്ല. ദൈവം വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തനാണ് എന്നവൻ പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു. പ്രഖ്യാപിക്കുക. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന്. നീ എല്ലാതൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതുപോലൊരു ദൈവപ്രവൃത്തി നിങ്ങൾ ഇന്ന് വരെ കാണാത്തത്, കേൾക്കാത്തത്, ഗ്രഹിക്കാത്തത്, നിങ്ങളുടെ കുടുംബം കാണാത്തത്, നിങ്ങളുടെ ദേശം കാണാത്തത്, നിങ്ങളുടെ പട്ടണം കാണാത്തത്, അത്ഭുതകരമായതൊന്ന് നിന്നിലൂടെ വെളിപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വാസത്തെ മുറുകെ പിടിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.